അപ്പോൾ നമ്മൾ തക്കാളി തൈകൾ നടാൻ പോവാണ്. നമ്മൾ പാവി മുളപ്പിച്ച തൈകളാണിത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ആനിയുടെയും സ്റ്റീഫൻ്റെയും കൃഷിലോകത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കുറച്ച് കൃഷിപ്പണികളൊക്കെയാണ്, അതായത് ഒരാഴ്ചത്തെ കൃഷിപ്പണികളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കൃഷിലോകം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതിപ്പോൾ സ്റ്റീവൻ ചേട്ടൻ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന പച്ചക്കറികളൊക്കെയാണ്. സ്റ്റാർ ഫ്രൂട്ട് എനിക്ക് അച്ചാറിടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളിവിടെ അച്ചാറുണ്ടാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്, പക്ഷെ നല്ല മധുരവും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ളൊരു അച്ചാറാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിന് മിക്കവാറും സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ അച്ചാറിട്ട് വയ്ക്കും. ഇത് നമ്മുടെ മുളകാണ്, പിന്നെ പുളിയുണ്ട്, അതുപോലെ 2-3 ടൈപ്പ് പയറും ഉണ്ട്. ഇനി നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വിത്തുകളുടെ കാര്യം വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ അനൗൺസ് ചെയ്യാം. ഗാക്ക് ഫ്രൂട്ട് പടർന്ന് പോകുന്ന ഒരു വള്ളിച്ചെടിയാണ്. അതുകൊണ്ട് തന്നെ സ്ഥലമുള്ളിടത്ത് വേണം നടാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറമ്പിൽ നടാമെന്ന് വെച്ചത്. അപ്പോൾ ഇവിടെ ഒരു പന്തലൊക്കെ കൊടുക്കണം. അതുപോലെ നടുന്ന സമയത്ത് നമ്മൾ 3 എണ്ണം എങ്കിലും നടണമെന്നാണ്. ആണും പെണ്ണും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്തായാലും നമ്മളും ഇതൊന്ന് നട്ട് നോക്കാം. നമ്മളങ്ങനെ ഗാക്ക് ഫ്രൂട്ട് 3 തൈ വാങ്ങിയിട്ടുണ്ട്. അതിനന്ന് ഒരു തൈ നമ്മളിവിടെ വെച്ച് കൊടുക്കാൻ പോകണം, ഒരു തൈ അപ്പുറത്ത് വയ്ക്കും, ഒരു തൈ അതിൻ്റെ അപ്പുറത്ത് വയ്ക്കും, എന്നിട്ട് ഇവിടെ പന്തലിട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതിനെ കുഴിച്ചിട്ടാലോ? യെസ്, കുഴിച്ചിടാന്ന് വെച്ചാൽ നട്ടാലോ എന്നാണ്. അത് ഞങ്ങളുടെ അങ്കമാലി ഭാഷയാണ്. കുഴിച്ച് കുഴിയിൽ വയ്ക്കുന്നു എന്നർത്ഥം. എനിക്കത് പറയുമ്പോൾ എപ്പോഴും തോന്നുന്നത് മണ്ണിൻ്റെ അടിയിൽ ഇടുന്നത് തന്നെയാണ് അല്ലേ. ഞങ്ങൾ മണ്ണിലാണത് കുഴിച്ച് വയ്ക്കുന്നത്. അത് ഓരോ നാടിൻ്റെയും പ്രത്യേകതയുണ്ട്, ചില വാക്കുകളും ഇതൊക്കെ സംസാര രീതിയിൽ. അപ്പോൾ ആരും ഇത് കേട്ട് പേടിക്കണ്ട, കൃഷിലോകം കാണുന്നവരാണ്. കയ്യിൽ 3 തൈ. അയ്യോ, ഇതാണ് നമ്മുടെ ഗാക്ക് ഫ്രൂട്ടിൻ്റെ ഭയങ്കര വിശേഷപ്പെട്ട പ്ലാന്റുകളാണ്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ഇത് നടുന്നത് കേട്ടോ. കുഞ്ഞുങ്ങളെ കിളുത്ത് വന്നേക്കണേ നന്നായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക് കവർ പതുക്കെ മാറ്റിയിട്ട് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിന് കിളുത്ത് വന്നിട്ട് വേണം നമ്മൾ വളവും വല്ലതൊക്കെ ഇടണമെങ്കിൽ ഇടാൻ. കിളുത്ത് വന്നിട്ടുണ്ട്, ഒന്നും കൂടി വലിപ്പം വെച്ചിട്ട് വളം കൊടുക്കാമെന്ന് വിചാരിച്ചു. വേര് നമ്മുടെ മണ്ണിലേക്കൊക്കെ പിടിച്ചതിന് ശേഷം. അപ്പോൾ ഇതിന് അവർ പറഞ്ഞ് പ്രത്യേകിച്ച് വലിയ വളമൊന്നും ആവശ്യമില്ല. നമ്മുടെ മണ്ണിലുള്ള 8 മാസം കൊണ്ട് കായ്ക്കുമെന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് ഫ്രൂട്ടൊക്കെ ആയിക്കഴിഞ്ഞ് വീഡിയോ ഇടാം. ശിവൻ ചേട്ടൻ വലിയ പ്രതീക്ഷയിലാണ്. ആണും പെണ്ണും ഉള്ളത് കൊണ്ടാണ് നമ്മൾ 3 എണ്ണം നടുന്നത്. വീടിൻ്റെ മുന്നിൽ നടാവുന്നതാണ് കരുതിയത്. അവിടുത്തെ പന്തലിൽ വെക്കാവുന്നതാണ് ആദ്യം കരുതിയത്. പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ കുറച്ച് പയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് തന്നെ അവിടെ പോട്ടെ. അത് എപ്പോഴും കായ്കളും കാര്യങ്ങളും ഉണ്ടാകുന്ന വിളകളാണല്ലോ നല്ലതെന്ന് കരുതി. അടുത്ത ഗാക്ക് ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് നമ്മൾ നടുകയാണ്. ഇതിൻ്റെ പേര് ഹെവൻലി ഫ്രൂട്ട് എന്നാണ് ഈ ഒരു ഇതിലുണ്ടാകുന്ന പഴത്തിൻ്റെ പേര്. ഇതുവരെ നമ്മളോട് വിത്ത് ചോദിച്ച് കവർ അയച്ചവർക്കെല്ലാം നമ്മൾ വിത്തുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. പലരും വിത്ത് മുളപ്പിച്ച് അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരുകയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ കയ്യിലുള്ള വിത്തുകളെന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള മുളകിൻ്റെ, പിന്നെ ബുള്ളറ്റ് മുളക്, പിന്നെ അതുപോലെ പാവൽ, ചുരയ്ക്ക, പയർ 2 വർഗ്ഗങ്ങൾ, പിന്നെ ചീരവിത്ത്. ചീരയുടെ 2 ടൈപ്പ്. ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട് അങ്ങനെ വാങ്ങി കുറച്ച് വിത്തുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നട്ട മിക്കവാറും എല്ലാം ഒരു വെള്ളരിയുടെ എന്തോ ആണ്, അതുപോലെ പീച്ചിൽ ഒരെണ്ണം കിളുക്കാതെ പോയി, അല്ലാതെ ബാക്കിയെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു കിളുത്തു. ഇതേപോലെ ഒരുപാട് ആളുകൾ ഫേസ്ബുക്ക് വഴിയൊക്കെ വിത്തുകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പുകളിലെ മെമ്പേഴ്സിന് അവർ തന്നെ വിത്ത് ബാങ്ക് വഴി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് പൈസ കൊടുത്ത് വാങ്ങാനുള്ള സൗകര്യം പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഉണ്ട്. പിന്നെ ഞങ്ങൾ വിത്തുകൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും
മിക്കവാറും വീഡിയോകൾക്കെല്ലാം കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ്. അല്ലാതെ എല്ലാവർക്കും കൊടുക്കാനുള്ള വിത്തുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ വ്യവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടോ. ഞങ്ങൾ വാങ്ങിയ വിത്തുകൾ എല്ലാം തന്നെയൊക്കെ കിളുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കെയറിങ്ങും അതുപോലെ ഭാഗ്യവും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ തക്കാളി തൈകൾ നടാൻ പോവാണ്. നമ്മൾ പാവി മുളപ്പിച്ച തൈകളാണിത്. നല്ല കരുത്തോടു കൂടി നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെ തോട് എടുത്തിട്ടുണ്ട്. ആ തോട് എടുത്ത് അതിൽ കുമ്മായം ഇട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഒരു തോട് എടുത്തിട്ട് നമ്മൾ അടിവളം കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തേക്കണമെന്ന് പറഞ്ഞാൽ കോഴിക്കാട്ടും വേപ്പും പിണ്ണാക്കും മിക്സ് ചെയ്തിട്ടേക്കാണ്. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മൾ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പല ദിവസങ്ങളിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ നമ്മൾ നനച്ചു കൊടുത്തു. അതെന്തിനാന്ന് വെച്ചാൽ ശരിക്കും ആ കോഴിക്കാട്ടത്തിനൊക്കെ ശരിക്കും പൊടിയായ കോഴിക്കാട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചൂടൊക്കെ ഒന്ന് പോയി കിട്ടാനും കാര്യങ്ങളും പിന്നെ കുമ്മായം ഇട്ടതൊക്കെ അല്ലേ, അപ്പോൾ അത് ശരിക്കും മണ്ണിലേക്ക് വലിഞ്ഞ് കിട്ടാനും കാര്യത്തിനും വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തൈകൾ നട്ടു കൊടുക്കാം. അത് കഴിഞ്ഞ് 2 നേരം നനച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തക്കാളി തൈകൾ. ചെടിച്ചട്ടിയിൽ പാകി മുളപ്പിച്ച തക്കാളി ചെടികൾ പറമ്പിൽ മണ്ണൊരുക്കി ഇട്ട് ആ മണ്ണിലേക്ക് നമ്മൾ പറിച്ചു നടുകയാണ്. തക്കാളി നടാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുമ്മായം ചേർത്ത് മണ്ണൊരുക്കി വെയിലത്തിട്ട് നന്നായിട്ട് ഉണങ്ങിയ മണ്ണിലാണ് നടാൻ ഏറ്റവും ബെസ്റ്റ്. വാട്ടരോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ നല്ലതാണ്. അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ 2% വീര്യമുള്ള വെർട്ടീസിലിയ ലായനി ഇലയുടെ അടിഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. രോഗവാഹികളായ വെളുത്ത ഫ്ലൈസിനെയൊക്കെ നശിപ്പിക്കാനും അതിൽ നിന്ന് സംരക്ഷണം നേടാനുമായിട്ട് ഇത് സഹായിക്കും. അതുപോലെ 15 ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണസ് ലായനി തളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതുമൊക്കെ ആരോഗ്യത്തോടെ വളരാനായിട്ട് നല്ലതാണ്. ഇല കുരുടിപ്പും അതുപോലെ വെള്ളിച്ചെടിയൊക്കെ ശല്യം അകറ്റാനായിട്ട് ഞങ്ങൾ ഇടയ്ക്കൊന്നും ചെയ്യുന്ന കാര്യമാണ് കഞ്ഞിവെള്ളം നേർപ്പിച്ച് തളിച്ച് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഞങ്ങൾ കഞ്ഞിവെള്ളത്തിൽ ആര്യവേപ്പിലയും അതുപോലെ പച്ചമഞ്ഞൾ അരച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ച് ഇലകളുടെ അടിഭാഗത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. നശിച്ചു പോകും എന്ന് ഉറപ്പുള്ള ചെടികൾക്കാണ് പൊതുവേ ഇങ്ങനെ ചെയ്യുന്നത്. കഞ്ഞിവെള്ളം കട്ടിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയുടെ മുകളിലൊരു നല്ലൊരു തിക്കായിട്ടുള്ള ലെയർ പോലെ വരും. അപ്പോൾ നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഒഴിക്കാൻ കൂടി ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഡൗട്ട്സുകൾ വാട്സപ്പിൽ ചോദിക്കാതെ വീഡിയോയിൽ തന്നെ ചോദിക്കുക. അത് വീണ്ടും മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന അറിവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.